എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഒരു കപ്പ് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കാന്താരി മുളക്, കായും എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് കട്ട് ചെയ്ത് ഇതേ രീതിയിൽ കട്ട് ചെയ്ത് ഏത് രീതിയിൽ വേണോ ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം. വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഇട്ടേക്കണം, കായുടെ കറ പോവാൻ. ആ സമയത്ത് ഒരു കടായി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ ചൂടാകുമ്പോൾ വെളുത്തുള്ളി ഒരു കഷ്ണം ചതച്ചത്, ചെറിയ ഉള്ളി ചതച്ചത്, കറിവേപ്പില, കാന്താരി മുളകാണ്, വെള്ള കാന്താരിയാണ് ഞാനിവിടെ എടുത്തത്. 2 കാന്താരി മുളക് എടുത്തോളൂ, ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിടാം. അതിലേക്ക് സാധാ പച്ചമുളക് വേണമെങ്കിലും ഇടാം. ഞാൻ കാന്താരി മുളകാണ് എടുത്തത്. ഇതെല്ലാം കൂടി ഇട്ട് സ്വല്പം ഉപ്പ് ഇട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നല്ല മഴ പെയ്യുന്നു. നിങ്ങൾക്കൊക്കെ അവിടെ മഴയുണ്ടോ? ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള എടുക്കാം, ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ്. നമുക്ക് ഏതിനും ചെറിയ ഉള്ളി ആണ് ടേസ്റ്റ്. വെള്ളം ഒഴിക്കരുത്. മെഴുക്ക് പുരട്ടിക്ക് ഞാൻ എപ്പോഴും പറയും, ഞാൻ പല മെഴുക്ക് പുരട്ടിയും ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിക്കുകയേ ചെയ്യല്ലേ. നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ പാകം ചെയ്യണം, അതാണ് അതിന് ടേസ്റ്റ്. ഉള്ളിയൊക്കെ ഒന്ന് ചുവന്ന് വന്നതിന് ശേഷം അരിപ്പയിൽ ഊറ്റി വെച്ചിരുന്ന് ആ വെള്ളം തോർന്നതിന് ശേഷം ഇടണം. ഏത്തൻ കായാണെങ്കിൽ സ്വല്പം വെന്ത് വരുമ്പോൾ അല്പം ചൂടുവെള്ളം ഒഴിച്ച് പകുതി വേവാകുമ്പോൾ അല്പം ചൂടുവെള്ളം തളിച്ചു കൊടുക്കാം. ഇത് അതിൻ്റെ ആവശ്യമില്ല, പെട്ടെന്ന് വേവുന്ന കായാണ്. നമ്മൾ തോരനൊക്കെ വെക്കുന്ന കായാണ്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുക്കണം. മൂടി വെച്ചിട്ട് കടായി ആയതുകൊണ്ട് കരിഞ്ഞു പോകുമ്പോൾ സ്വല്പം മഞ്ഞൾപ്പൊടി വേണമെന്നുള്ളവർക്ക് മഞ്ഞൾപ്പൊടി ഇടാം. അല്പം ഒരു കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരിക്കൽ കൂടി ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഇളക്കി ഇടുമ്പോൾ 4 സൈഡിനും ഉള്ളത് നടുക്കോട്ട് വരും. അതിനാണ് കൂടെ ഇളക്കി കൊടുക്കുന്നത്. ഈ മെഴുക്ക് പുരട്ടി നല്ല ടേസ്റ്റാണ്. പിന്നെ നടുക്കോട്ട് നീക്കിയിട്ട് കൊടുക്കണം. ഇതേ രീതിയിൽ ഒന്ന് ചുവന്ന് വരണം. കായൊക്കെ ഒന്ന് ചുവക്കണം. നിങ്ങൾക്ക് വീഡിയോയിലായതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. ചിലതൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു 5 മിനിറ്റ് കൂടെ മൂടി വയ്ക്കാം. സ്വല്പം വെളിച്ചെണ്ണ കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ആ എണ്ണയിലോട്ട് നീക്കി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൊരിച്ചെടുക്കണം. മെഴുക്ക് പുരട്ടി മൊരിഞ്ഞ് വരുമ്പോഴാണ് ടേസ്റ്റ്. ഉള്ളിയും കായും എല്ലാം ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ചൂട് ചോറിനൊപ്പം കഴിക്കാൻ നല്ല ഒരു മെഴുക്ക് പുരട്ടിയാണ്. മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ റെഡിയായി. കിട്ടുമ്പോൾ ചെയ്തു നോക്കണം. മുളകൊക്കെ ചുവന്നിട്ടുണ്ട്.